ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി അഭിന ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, കഴിഞ്ഞ ദിവസം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന് പറയുകയുണ്ടായെങ്കിലും അത് പരിഗണിക്കുകയുണ്ടായിരുന്നില്ല. ഇന്ന് വീണ്ടും പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഹരിത, ഇത് നാലാമത്തെ തവണയാണ് കോടതി ഇത്തരത്തിൽ വിധി പറയുന്നതിനായി മാറ്റിവെക്കുന്നത്. ഇന്നലെ ഈ ഒരു കേസ് പരിഗണിച്ചെങ്കിലും പോലീസിന് കൃത്യമായ രീതിയിൽ ഒരു തെളിവ് സമർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേസ് ഡയറി പോലീസിനോട് കേസ് ഡയറി സമർപ്പിക്കുന്നതിനായി ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ തന്നെ അത് സമർപ്പിക്കണം എന്നത് ആവശ്യമാണ് കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസ് ഡയറി സമർപ്പിച്ചാൽ മാത്രമേ ഇനി ഈ ഒരു കേസിൽ വിധി ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഇതിൽ പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത് കേസിൽ സംഘടിത ഗൂഢാലോചന നടന്നെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നത്. ഇത് മറ്റൊരു ഓൺലൈൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പ്രതിഭാഗത്തിന്റെ ഈ വാദം. ഈ വാദത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കേസ് ഡയറി ഹാജരാക്കുന്നതിനായി കോടതി ഇന്നലെ ഉത്തരവിട്ടത്. ഇനി ഈ കേസ് ഡയറി ഹാജരാക്കിയതിനു ശേഷം മാത്രമേ ഇതിലൊരു വിധി ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ഈ ഒരു ഷുഹൈബും അതുപോലെ തന്നെ മറ്റ് 2 അധ്യാപകരും ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു മൊഴി ഇനി ഈ ഷുഹൈബിനെതിരെ മൊഴി നൽകിയിരിക്കുന്ന ഓൺലൈൻ അധ്യാപകന്റെ ഒരു മൊഴിയും അതുപോലെ തന്നെ മറ്റു മൊഴികളിൽ നിന്നുള്ളൊരു വൈരുദ്ധ്യമാണ് ഇപ്പോൾ ഒരു കേസ് ഡയറി സമർപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഏതായാലും ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പോലീസിനെ സമർപ്പിക്കുന്ന കേസ് ഡയറിയുടെ പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കും ഇനി ഒരു വിധി വരിക എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് 11 മണിയോട് കൂടി കോടതി നടപടികൾ ആരംഭിക്കും. ഏകദേശം 12 മണിയോടൊക്കെ ആകുമ്പോഴത്തേനും ഈ ഒരു കേസിൽ വിധി പറയുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേസ് ഡയറി സമർപ്പിച്ചാൽ മാത്രമേ ഈ ഒരു കേസിൽ വിധി പറയാനാവുകയുള്ളൂ. ഹരിത. ശരി, അഭിനയാണ് വിവരങ്ങൾ നൽകിയത്.